ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. അവൻ ക്രിസ്തു ദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി സാധിക്കും. ശാന്തമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് പത്രോസിനൊരു പ്രാമുഖ്യമുണ്ടായിരുന്നു. ദ പ്രോമിനൻസ് ഓഫ് പീറ്റർ എന്നത് പുതിയ നിയമത്തിലെ പഠന വിഷയമാണ്. പത്രോസിനുണ്ടായിരുന്ന പ്രാമുഖ്യം യേശുവിന്റെ ശിഷ്യന്മാരിൽ 12 പേരിൽ എപ്പോഴും അവൻ മുൻപിലായിരുന്നു. എന്നാൽ ആ പ്രാമുഖ്യം ഉണ്ടായിരുന്ന പത്രോസ് പരാജയങ്ങൾ ഉണ്ടായിരുന്ന പത്രോസ് കൂടിയാണ്. എന്നാൽ കർത്താവ് അവന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും അവനൊരു പ്രോമിനൻസ് ഉണ്ടായി. പുതിയ നിയമസഭയുടെ ഏറ്റവും മുൻനിരയിൽ കർത്താവിനെ നിർത്തി. അങ്ങനെ ജീവിതത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങളിലൂടെ പോയ അവൻ, യേശുവിനോട് അടുത്തിരുന്ന അവൻ, യേശുവിൽ നിന്ന് പഠിച്ചിരുന്ന പത്രോസ്, സമാനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുന്നവർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഈ ദിനങ്ങളിൽ നാം പഠിക്കുന്നത്. വളരെ പ്രാക്ടിക്കലായ ഒരു ലെറ്റർ ആണ്. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും പഠിക്കാൻ ഒരു മാർഗമല്ല, വായിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ നോക്കുക. പുതിയ നിയമത്തിലെ മോസ്റ്റ് നിഗ്ലക്റ്റഡ് ബുക്ക് എന്നാണ് 2 പീറ്ററിനെ വിളിക്കുന്നത്. 2 പീറ്റർ അങ്ങനെ അധികം പഠന വിഷയം ആക്കാറില്ല. എന്നാൽ ഈ കഴിഞ്ഞ പല ദിവസങ്ങളായി നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ വളരെ ആഴവും അർത്ഥവുമുള്ള ഒരു പുസ്തകമാണ്. പ്രായോഗികമായ അനേക കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്ത നമ്മുടെ രക്ഷയുടെ ശ്രേഷ്ഠത, നമുക്ക് രക്ഷ തന്ന കർത്താവിന്റെ ശ്രേഷ്ഠത, അവന്റെ കരുണ, നമ്മുടെ മേൽ അവൻ ലാവിഷായി പകർന്ന അവന്റെ കൃപ, അത് നിമിത്തം ജീവനും ഭക്തിക്കും ആധാരമായതെല്ലാം അവൻ നമുക്ക് തന്നു. ഈ ഭൂമിയിൽ നാം എത്ര നാൾ ജീവിക്കണമെന്ന് നിശ്ചയിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നാം തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നത് വരെ ഭക്തിയോടെ ജീവിപ്പാൻ ആവശ്യമായ സകലതും അവൻ നമുക്ക് തരുന്നു. ഒന്നിനും കുറവില്ല. ഡിവൈൻ സപ്ലൈ ഈസ് ലാവിഷ്ലി bestowed. അങ്ങനെയാണ് അവൻ നമുക്ക് തരുന്നത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണം. എവറി പ്രിവിലേജ് കംസ് വിത്ത് a responsibility, right? Every privilege comes with a responsibility. അതുകൊണ്ട് ഇത്രയും ലാവിഷായി അവൻ നമുക്ക് ജീവനും ഭക്തിക്കും ആധാരമായതെല്ലാം തന്നതുകൊണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങി കൂട്ടുവീൻ എന്ന് പറഞ്ഞ് തീർക്കുന്ന ഒരു വാക്യമാണ്. നിങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങി കൂട്ടുവീൻ. അപ്പോൾ യേശു കർത്താവ് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, യു ആഡ് ഓൺ. യു ഹാവ് ടു ആഡ് ഓൺ. ഒരു ബേസിക് പ്രോഡക്റ്റ് ആണ്. യു ആർ സേവ്ഡ്, യു ഹാവ് ഫെയ്ത്ത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അതിനോടുകൂടെ 7 വെർച്യൂസ് നിങ്ങൾ ആഡ് ചെയ്യണം. ആരാഡ് ചെയ്യണം? ആരാഡ് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. യു ആഡ് ഓൺ. നിങ്ങൾ എന്ന് പറഞ്ഞ് കൂട്ടുവീൻ എന്ന് പറഞ്ഞാണ് ആ വാക്യം തീരുന്നത്. ആ 7 വെർച്യൂസ് ആണ് ഇന്ന് രാവിലെ പഠിച്ചത്. നമ്മൾ കാണാതെ പഠിച്ചു, അതുകൊണ്ട് ആരും നോക്കാതെ പറയണം. വിശ്വാസത്തോടുകൂടെ, വീര്യത്തോടുകൂടെ, രാവിലെ ഇല്ലായിരുന്നു, നേരത്തെ പഠിച്ചത് പറഞ്ഞു. വിശ്വാസത്തോടുകൂടെ, വീര്യത്തോടുകൂടെ, ഇന്ദ്രിയജയത്തോടുകൂടെ, ഇന്ദ്രിയത്തോടുകൂടെ, സ്ഥിരതയോടുകൂടെ, ഭക്തിയോടുകൂടെ, സഹോദരപ്രീതിയോടുകൂടെ. എനിക്ക് എന്തോ തൃപ്തിയെന്നറിയാം, എന്തൊക്കെയോ ഗുണം വരുന്നുണ്ട്. ഹല്ലേലൂയ. ഈ 7 വെർച്യൂസ് നമ്മൾ ആഡ് ചെയ്യണം. ഈ 7 വെർച്യൂസ് ആഡ് ചെയ്യേണ്ടതിന്റെ 2 റീസൺ പറയുന്നുണ്ട്. That you will not be fruitless. ഒന്നിനും കൊള്ളാത്തവരായ ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കാൻ ഇടവരത്തില്ല. കർത്താവ് നോക്കുമ്പം ഇവൻ യൂസ്ലെസ് ആണ്. ഫ്രൂട്ട്ലെസ്സിന് വേറെ പേര് യൂസ്ലെസ് എന്നാണ് തിരുവചനം പറയുന്നു. ഇപ്പം വെറും ഫ്രൂട്ട്ലെസ് ആണല്ലോ, യൂസ്ലെസ് ആണല്ലോ എന്ന് കർത്താവോ വേറെ ഒരാളോ പറയാതിരിക്കേണ്ടത് 2 പറയുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഫ്രൂട്ട്ലെസ് ആയി പോകാതിരിക്കാനാണ് ഈ 7 വെർച്യൂസ്. ആമേൻ. ഈ 7 വെർച്യൂസ് ഇന്ന് രാവിലെ ഫ്രൂട്ടിനെ പറ്റി പഠിച്ചു.
എല്ലാരും പറഞ്ഞു ഫ്രൂട്ട് നമുക്ക് ഉപകാരമോ ബാക്കിയുള്ളവർക്ക് ഉപകാരമാണ്. ഒരു വൃക്ഷത്തിന്റെ കൺസെപ്റ്റ് പറഞ്ഞ ഫ്രൂട്ട് മറ്റുള്ളവർക്ക് മാത്രം ഉപകാരം ഇല്ലേ? ഏതെല്ലാം വൃക്ഷം സ്വന്തം ഫ്രൂട്ട് കഴിക്കുവോ? ഹലോ, ഒരു വൃക്ഷം സ്വന്തം ഫ്രൂട്ട് കഴിക്കുന്നില്ല. അപ്പോ ഈ 7 വെർച്യൂസ് പറയുന്നത് യു നീഡ് ടു ബി എ ബ്ലെസ്സിംഗ് ടു ദ കിങ്ഡം. എല്ലാരും ഒരു സ്വതന്ത്രം പറഞ്ഞ് വളരെ കാര്യമായിട്ട് പ്രായമൊന്നും നോക്കണ്ട, ഒരു ദിവസം അത് ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ഈ ജീവകാലം മുഴുവനും പഠിച്ച് ഒരാളുടെ ഇറ്റേണൽ സിഗ്നിഫിക്കൻസ് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലുവൻസ് വരുത്താൻ കഴിയുമെങ്കിൽ അത് മതി. അത് ദൈവനാമത്തിന് മഹത്വമാണ്. ഒരാളുടെ ജീവിതത്തിൽ ഇറ്റേണൽ ഇൻഫ്ലുവൻസ് വരുത്തുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി ഫലം കാഴ്ചവരണം. അതുകൊണ്ട് ഒരു വർഷം തീരുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ബ്ലെസ്സിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന അവസരമാണ് ഈ പ്രാർത്ഥന. സോ അതാണ് നാം ഇന്ന് രാവിലെ പഠിക്കുവാൻ ഇടയായത്. 8-9 വാക്യങ്ങള് നമ്മൾ ഇന്ന് രാവിലെ ഒന്ന് ചിന്തിച്ചു. അവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടെ ഒന്ന് വായിച്ചേ. ഒന്നാമത് പറഞ്ഞു ഇവ നിങ്ങൾക്ക് ഉണ്ടായി മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഉണ്ടായി വർദ്ധിക്കും. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. യു മസ്റ്റ് ഓൺ it on as if you own a property with an abiding sense. താമസിക്കാൻ വേണ്ടി വീട് മേടിക്കുന്നതും വാടകയ്ക്ക് മേടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വാടകയ്ക്ക് വാങ്ങുന്നത് പോലെ തന്നെ താമസിക്കാൻ വീട് മേടിച്ചാൽ അവിടെ താമസിക്കാൻ തന്നെയാ എന്നത് പറഞ്ഞ ഈ വെർച്യൂസ് വല്ലപ്പോഴും അയലോക്കത്തോടെ വന്നു പോയാൽ പോരാ, നമ്മുടെ അകത്ത് അത് താമസിക്കണം. നമ്പർ 2 വായിച്ച ചേച്ചി. രണ്ടാമത് പോസസിങ് മോർ ദാൻ ഇനഫ്. ആവശ്യത്തിൽ അധികവും വേണം. ആമേൻ. അപ്പൊ നമ്മളിത് ആഡ് ചെയ്താൽ പോരാ, അത് നമ്മുടെ ആഡ് ചെയ്യണം, കൂടെ വസിക്കണം, പോരാ, ആവശ്യത്തിൽ അധികം ഉണ്ടാകണം. ആമേൻ. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് എന്തിനാണെന്ന് പറയാം. സോ ദാറ്റ് യു വിൽ നോട്ട് ബി യൂസ്ലെസ്. അതിന് ഞാനൊരു വാക്ക് പറഞ്ഞു, ഇൻഓപ്പറേറ്റീവ് എന്നാണ് വേദോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. We might as well have a good car. If it doesn't run, no use. ഭയങ്കര വിലയുടെ. ഇപ്പം അതില് ഞങ്ങളുടെ വീടിന്റെ അതിൽ വരുന്ന എല്ലാരും പറയാം, പാസ്റ്റർ ബെൻസ് മേടിച്ചു. ഞങ്ങളുടെ ബെൻസ് അല്ല. എനിക്ക് ബെൻസിനോട് ആഗ്രഹമുണ്ടോ എനിക്ക് വലിയ ആഗ്രഹമില്ല, സത്യം പറഞ്ഞ. എന്നാലും ആഗ്രഹമുള്ള കാറുകളൊക്കെ വേറെ ഉണ്ട്. അപ്പം അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ഞങ്ങളുടെ വേറെ ഒരു കൊച്ചം കൊണ്ടിട്ടേക്കുന്ന അത് ഓടുന്നുണ്ടോ വെച്ചോളൂ, എനിക്കറിയത്തില്ല. കൊച്ചുകൊണ്ടാണ് അത് സ്റ്റാർട്ടാക്കുന്നത്, എനിക്കറിയത്തില്ല. എനിവേ എന്തെല്ലോ വണ്ടികൾ എവിടെയെല്ലാം കിടക്കുന്നുണ്ട്. എനിക്കൊരു സ്നേഹിതനുണ്ട്, അവന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് സ്പോർട്സ് കാറാണ്. പോർഷെ തുടങ്ങി ഈ ഒരു 14 സ്പോർട്സ് കാർ ഞാൻ എണ്ണിയിട്ടുണ്ട്. ഈസ് എ മെഡിക്കൽ ഡോക്ടർ. അതുകൊണ്ട് അവൻ ബാങ്കിൽ പൈസ ഇടത്തില്ല. സ്പോർട്സ് കാറിന്റെ ഒരു ഗുണം, ചില മേക്ക് അവർ 10 കൊല്ലം മുമ്പ് തീർത്തതാ. ഓരോ മാസം കഴിയുമ്പോൾ അവന് വില കൂടിക്കൊണ്ടിരിക്കുക. അവൻ പറയുന്നത് ഞാൻ CD ഇട്ടാൽ എന്നാ കിട്ടാനാണ്. സോ ഹിസ് ഇൻവെസ്റ്റിംഗ് ഹിസ് മണി ഇൻ സ്പോർട്സ് കാർ. അതൊന്നും ഓടിക്കത്തില്ല, കാണത്തില്ല. എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഓടിച്ചില്ല പിന്നെ എന്നാ ഗുണം? മനസ്സിലായില്ലേ? അപ്പൊ ദൈവമക്കൾ എന്നാണെന്ന് പറഞ്ഞ് ഇന്നോപ്പറേറ്റീവ് ആയാൽ എന്നാ കാര്യം? ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് ദൈവത്തിനും ഗുണമില്ല, സഭയ്ക്കും ഗുണമില്ല. അയ്യോ, ദേഷ്യപ്പെടല്ലേ? ആമേൻ. അപ്പൊ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം ഫലം കായ്ക്കണം. എല്ലാവരും സ്വതന്ത്രം പറഞ്ഞേ. ഇന്നോപ്പറേറ്റീവ് ആൻഡ് നോൺ സർവീസബിൾ. അതാണ് തിരുവചനം ഉപയോഗിച്ചിരിക്കുന്നത്. I am of service to somebody. I am of a blessing to somebody. ഇനി 10ാമത്തെ വാക്യം വായിക്കും. ഇല്ലാത്തവനോ 9ാമത്തെ വാക്യം. ഈ 8ലാണ് തീർത്തത്. 9 തൊട്ട് നമ്മളത് പഠിക്കാം. അത് ഇല്ലാത്തവനോ, ഇങ്ങനെ ചെയ്യാത്തവനോ, ഈ വെർച്യൂസ് ഇല്ലാത്തവനോ, അവനെ വിളിക്കുന്ന പേരെന്താണ്? അവൻ ചേച്ചി ഓർക്ക് വായിക്കുക. അവയില്ലാത്തവനോ കുരുടനത്രേ. അവൻ ക്രിസ്തു ദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അവൻ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു കട്ടിയുള്ള ഒരു വാക്യമാണത്. അവൻ കുരുടനും, അവൻ ഹ്രസ്വ ദൃഷ്ടിയുള്ളവൻ. അതും മറ്റേ വാക്യം തമ്മിൽ എന്താ ബന്ധം? അവന്റെ മുമ്പിലത്തെ പാപങ്ങൾ അതിന്റെ ശുദ്ധീകരണം. അപ്പൊ ആദ്യമേ ആ വാക്യം വേണം പഠിക്കാൻ. അവൻ എന്തുകൊണ്ടാണ് ഷോർട്ട് സൈറ്റഡ് ആകുന്നത്? എന്തുകൊണ്ടാണ് അവന് ഹ്രസ്വ ദൃഷ്ടി ഉണ്ടാകുന്നത്? That he is not able to see what should be seen. ഇവിടെ ഷോർട്ട് സൈറ്റഡ് എന്നതിന്റെ 2 അർത്ഥങ്ങൾ നമുക്ക് പഠിക്കാം.
നമ്മളെ ഷോർട്ട് സൈറ്റഡ് ആരോടും ചിരിക്കുന്നുണ്ട്. ഞാൻ ഈ ഇവിടെ ഇരുന്ന് വായിച്ചപ്പോഴേ ഈ ലൈറ്റ് അടിച്ച് കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. കണ്ണാടി 3 ഉണ്ട്, വെക്കാനുള്ള മടിയുണ്ട്. കാര്യം മനസ്സിലായി. അപ്പൊ ചിലര് ലോങ് സൈറ്റഡാ, ചിലര് ഷോർട്ട് സൈറ്റഡാ. അപ്പൊ ഇവിടെ ഷോർട്ട് സൈറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഈ തിരിലൊന്നും അല്ല വിഷയം. വേദോസ് ഷോർട്ട് സൈറ്റഡ് എന്ന് പറയുന്ന 2 അർത്ഥം ഞാൻ പറയാം. നമ്പർ 1, ഇത് കേട്ടാൽ നമുക്ക് അതിന്റെ ഒരു രസം തോന്നും. ഷോർട്ട് സൈറ്റഡ്, വൺ ഹൂ ഹാസ് ആൻ എർത്തിലി വ്യൂ ഓഫ് തിങ്സ്. പറഞ്ഞാട്ടെ, വൺ ഹൂ ഹാസ് ആൻ, ഭൂമിയിലുള്ളത് മാത്രം നോക്കുന്നവനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് സൈറ്റഡ്. ഹലോ, ഈ പൗലോസ് അത് ഏത് പുസ്തകത്തിലാണ് പറയുന്നത്? കൊലോസ്യ ലേഖനത്തിൽ. കൊലോസ്യ ലേഖനത്തിൽ എന്നാ പറയുന്നത്? നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, അതാ പൗലോസ് പറയുന്നത്. അപ്പൊ അതിന്റെ വേറൊരു ഭാഷയാ പത്രോസ് പറയുന്നത്. അപ്പം പത്രോസ് പറയുന്നത് വൺ ഹു സീ ഓൺലി വാട്ട് ഈസ് ഇൻ ദ വേൾഡ്, അവനെ വേദപുസ്തകം വിളിക്കുന്നവര്, വചനം വിളിക്കുന്നവര് ഈ ഷോർട്ട് സൈറ്റഡ്. പക്ഷെ നമ്മൾ പറയുന്ന പുള്ളിക്ക് ഭയങ്കര കാഴ്ചപ്പാടാ. ഇനി 50 കൊല്ലം കഴിഞ്ഞാലും ഒരു ഞെരുക്കമില്ലാതെ ജീവിക്കാനുള്ള കണക്കുകൂട്ടല പുള്ളി നടത്തുന്നത്. ഇതേ എല്ലാവരുടെയും സന്തോഷം പോയി. നമ്മളാണ് പറയുന്നത് അങ്ങനെ സെറ്റപ്പ് ഒക്കെ ചെയ്താൽ നമ്മൾ പറയുന്ന ഭയങ്കര ദീർഘവീക്ഷണം. 50 കൊല്ലം കഴിഞ്ഞാലും ഒരു ഇതില്ല. 50 കൊല്ലം കഴിഞ്ഞാലും കാര്യങ്ങൾ നടക്കാം. വേദോസം നോക്കുമ്പോ അങ്ങനെ നോക്കുന്നവരെ വിളിക്കുന്ന ഒരു ഷോർട്ട് സൈറ്റഡ് എന്നാണ്. വേദോസം ലോങ് സൈറ്റഡ് ഉള്ളവരെ വിളിക്കുന്നത് എന്നാണ് ചോദിച്ചാൽ ഭൂമിയിലുള്ളതിനേക്കാൾ ഉയരത്തിലുള്ളത് കൺസിഡർ ചെയ്യുന്നവരെയാണ്, അല്ലെ? രണ്ടാമത് ഷോർട്ട് സൈറ്റഡിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ബ്ലിങ്കിങ് ആൻഡ് ഷട്ടിങ് ദി ഐസ്. എന്താ അതിന്റെ അർത്ഥം? എന്റെ ഒരു നാളെ തൊട്ടാരും കണ്ണടയ്ക്കുന്നതാണ്. എന്താ എന്റെ അർത്ഥം? അപ്പൊ ഞാൻ ഇതിന്റെ അർത്ഥം ഒന്ന് പരിശോധിച്ചു, പുസ്തകത്തിൽ എഴുതിയ. ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായെന്നറിയോ? വചനം ഇവിടെ ഉപയോഗിച്ച മൂലപദത്തിന്റെ അർത്ഥം എന്നാണെന്നറിയോ? കാണേണ്ടി വരുമ്പോ കണ്ണടച്ചു കളയും. ഹലോ, ഇത് വിശദീകരിച്ചാൽ ഉള്ള സന്തോഷം. ഒന്നാമത്തെ മുഖമൊക്കെ മാറുന്നുണ്ട്. ഇതും കൂടെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് മുന്നിലുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. ഇഷ്ടമുള്ള കാര്യം മാത്രം കാണും, അല്ലാത്തത്. അതിന് വേറൊരു ഇംഗ്ലീഷ് വാക്ക് എന്നാണെന്നറിയാവോ? സെലക്റ്റീവ് ഹിയറിംഗ് എന്നാണ്. സെലക്റ്റീവ് ഹിയറിംഗ് എന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ എന്നാ കേട്ടിട്ടില്ലേ? ഉണ്ടോ? സെലക്റ്റീവ് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞ പോലെ സെലക്റ്റീവ് സീയിങ്ങും ഉണ്ട്. എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമുണ്ട്, അത് കാണാൻ മാത്രം ഞാൻ കണ്ണു തുറക്കും. താല്പര്യം ഇല്ലാത്തതാണെങ്കിൽ കണ്ണടയ്ക്കും. അപ്പൊ അതാ വചനം പറയുന്നത്. അപ്പൊ ഇവയില്ലാത്തവനോ, ഇപ്പൊ അർത്ഥം മനസ്സിലായല്ലോ? ഇവയില്ലാത്തവനോ ഒന്ന് ഉയരത്തിലുള്ള നോക്കത്തിൽ അവർ ഭൂമിയിലുള്ളത് നോക്കുന്നു. 2 കാണേണ്ടതവൻ കാണുന്നില്ല. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇനി ഇവനിങ്ങനെ കാണാതിരിക്കുന്നതിന് കാരണം വചനം പറയുന്നത്, കാണാതിരിക്കുന്നത് നമുക്ക് മറ്റൊരു വിധത്തിൽ പറഞ്ഞ് ഇങ്ങനെ പറയാം. ദർശനക്കുറവുണ്ടാകാൻ കാരണം നമ്മുടെ വാട്ട് ഈസ് അഫക്റ്റിംഗ് അവർ വിഷൻ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന ഒരു അങ്കിളിനോട് ഇന്ന് പകരം ഞാൻ സംസാരിച്ചു. മനസ്സിന്റെ ബലം പോയ എല്ലാ ബലവും പോകും. തീർച്ചയായും. ഹലോ, എന്താ മനസ്സിലായി? തീർച്ചയായും. ഭയങ്കര തടിമിടുക്കുണ്ട്. പക്ഷെ മനസ്സിന് ബലമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വള്ളി പോലെ ഇരുന്നാൽ ഇവിടെ തന്റെ ഇടം ഉണ്ടെങ്കിൽ എവിടെ നിൽക്കാം, ആരുടെ മുമ്പിൽ നിൽക്കാം, ആരുടെ മുഖത്ത് നോക്കി വർത്താനം പറയാം. ഇതിനകത്തൊരു ബലം വേണം. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നല്ല, സ്വർഗത്തിലെ ദൈവം. എവിടുന്ന അതിനെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നത് വേറൊരു വാക്കുണ്ട്, പ്രാഗൽഭ്യം. എല്ലാരും പറഞ്ഞേ, പ്രാഗൽഭ്യം. തിരുവചന പ്രകാരം പ്രാഗൽഭ്യം വരുന്നത് എങ്ങനെയാണ്? ഈ ബൈബിൾ അടുത്ത വാക്യം അതാ പറയുന്നത്. അവർ മുൻപുള്ള പാപങ്ങളുടെ, വായിച്ച ചേച്ചി, തന്റെ മുമ്പിലത്തെ പാപം എന്ന് പറഞ്ഞാൽ കണ്ണിന് മുമ്പിലുള്ള പാപം എന്നല്ല, പ്രീവിയസ് സിൻസ് ഓഫ് ദ പാസ്റ്റ്. എന്താണ്? നേരത്തെയുള്ള പാപം. അത് തന്നെയാ, നേരത്തെയുള്ള പാപം, സിൻസ് ഓഫ് ദ പാസ്റ്റ്. തന്റെ മുമ്പിലുള്ള പാപങ്ങള്, അതിന്റെ ശുദ്ധീകരണം മറന്നവൻ. ഇനി എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ഇല്ലേ? ഹൗ ഡു വി ഗെറ്റ് കോൺഫിഡൻസ്? നമുക്ക് ദൈവസന്നിധിയിലെ പ്രാഗൽഭ്യം അല്ലെ കോൺഫിഡൻസ് കിട്ടുന്ന സംഗതി എന്നാ? ഒരു ഫൊർഗീവ്നെസ്സിനെ കുറിച്ച് ബോധ്യമില്ലാത്തവന് ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യന്റെ മുമ്പിലും നിൽക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ?
മുമ്പിലത്തെ പാപങ്ങളെ കുറിച്ചുള്ള ശുദ്ധീകരണം മറന്നവൻ. നമുക്ക് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ധൈര്യവും പ്രാഗൽഭ്യവും തരുന്ന കാര്യം എന്നാണെന്നറിയാവോ? മൈ സിൻസ് ആർ ഫോർഗിവൺ. മനുഷ്യനോടല്ല എനിക്ക് കണക്ക് സ്വർഗത്തിലെ ദൈവം, മനുഷ്യനോടല്ല കണക്ക്. മനുഷ്യർ ഒരാളെയൊക്കെ ഒന്ന് അംഗീകരിച്ച് വരാൻ, ഒരാളുടെ അടുത്ത് ഒരു മിസ്റ്റേക്ക് ഒക്കെ അംഗീകരിച്ച് വരാൻ കുറെ സമയം എടുക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവം അങ്ങനെയല്ല. പരമാർത്ഥ ഹൃദയത്തോടെ നിറഞ്ഞ് അപ്പാ നീ എന്നെ കഴുകണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ നിമിഷാർത്ഥത്തിൽ അവന്റെ പാപങ്ങളെ ക്ഷമിക്കും. So the reason that we are not fruitful, that we cannot do anything, ഈ ഒരു പ്രശ്നം കിടക്കുന്നുണ്ടാ പത്രോസ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ജനത്തിന് പ്രശ്നം വരാൻ കാര്യമല്ല. When bad things happen in life, ആദ്യം വരുന്നത് കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. കാരണം ഈ പത്രോസിന്റെ ഓഡിയൻസ് യേശു കർത്താവിന് വേണ്ടി ചിതറിപ്പോയവരാണ്. അവരെല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ്. ജീവിതത്തിൽ രോഗം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ എത്ര കോൺഫിഡൻസ് ഉള്ളവരാണെന്ന് ചോദിക്കുക. എന്റെ ജീവിതത്തിലെ പാപങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത്. മനസ്സിലായോ? ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത വെല്ലുവിളികൾ വരുമ്പോൾ, സെറ്റ് ബാക്കുകൾ വരുമ്പോൾ, എവ്രിബഡി വുഡ് ആസ്ക് വൈ ഡിഡ് ദിസ് കം ടു മീ? എന്റെ ജീവിതത്തിലെ പാപം കൊണ്ടാണ് വന്നത്. അപ്പൊ ഈ ജനത്തോട് പറയുകയാണ്, ഈവൻ വെൻ യു ആർ റണ്ണിങ് ഫോർ യുവർ ലൈഫ്, നിങ്ങൾ ഇങ്ങനെ ചിതറപ്പെട്ടവരായിരിക്കുമ്പോൾ തന്നെ ഈ വെർച്യൂസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നും നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാൻ കഴിയും. ആ ഫലം കായ്ക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം തന്റെ മുമ്പുള്ള പാപങ്ങൾ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കത്താർസിസ് ആണ്, ഗ്രീക്ക് പദം. കത്താർസിസിൽ നിന്നാണ് കാത്തീഡ്രലൈസേഷൻ വന്നത്. ഹാർട്ടിൽ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ കാത്തീഡ്രലൈസേഷൻ ചെയ്യുന്നത് ആ ബ്ലോക്കിനെ ക്ലീൻ ചെയ്യും, അല്ലേ എൻ ബി? ആ ബ്ലോക്കിനെ ക്ലീൻ ചെയ്യുക. ആമേൻ. അപ്പൊ അതിൽ നിന്നാണ് കത്തീഡ്രലൈസേഷൻ വന്നത്. അപ്പൊ ഇവിടെ കത്താർസുമാണ് ഉപയോഗിച്ചിരിക്കുന്ന ഭാഗം. എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ നോക്കുമ്പോൾ നീ ഏറ്റു പറഞ്ഞ പാപങ്ങൾ പൂർണ്ണമായി അവൻ ക്ലീൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ അവിടെ ഒന്നും ഇരിക്കുന്നില്ല. അപ്പൊ പത്രോസിന്റെ വായനക്കാരോട് പറയുകയാണ്, കർത്താവിന് നിങ്ങളെ കുറിച്ചുള്ള ആഗ്രഹം ഇതാണ്. ഒന്ന്, നിങ്ങൾ ഷോർട്ട് സൈറ്റഡ് ആയി പോകരുത്. ഈ ഭൂമിയിലുള്ളതും നമ്മുടെ ഇന്നും നമ്മുടെ സെറ്റപ്പും നാളെ ജീവിക്കാനുള്ളതും നമ്മുടെ ഫ്യൂച്ചറും നമ്മളും നോ, അതല്ല ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഷോർട്ട് സൈറ്റഡ് അല്ല. നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് കർത്താവിന് വേണ്ടി ഫ്രൂട്ട്ഫുൾ ആകാൻ എങ്ങനെ കഴിയും ചിന്തിക്കണം. അത് കഴിയാതിരിക്കുന്നതിന്റെ ഒരു കാരണം മാത്രമാണ് ഇവിടെ പറഞ്ഞത്, തന്റെ മുൻപുള്ള പാപങ്ങളെ കുറിച്ച്. അല്ലെ? എന്നിട്ട് അടുത്ത വാക്യം പറയണ സമയം ഞാൻ വേഗത്തിൽ നിർത്താം. 10ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് സഹോദരന്മാരെ, അപ്പൊ ഇതാണ് ഇന്നലെ വിളിയെ പറ്റി നാം പറഞ്ഞു. വിളിയുടെ 2 ഭാഗങ്ങളെ പറ്റി ഇന്നലെ നാം പറഞ്ഞു. There is a general calling and there is a specific calling, active calling. നമ്മൾ ജനറൽ കോളിംഗ് കിട്ടിയവരല്ല. ജനറൽ കോളിംഗ് കിട്ടുന്നവർ ഈ ലോകത്തിൽ ധാരാളം പേരുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ മലയാളം TV മാത്രം എടുത്താൽ മതി. സൂര്യ തൊട്ട് എല്ലാ ടിവിയിലും സുവിശേഷം കേൾക്കുന്നുണ്ട്. നിങ്ങളൊന്ന് നാട്ടിൽ പോയാൽ എല്ലാ ഹിന്ദുക്കളും പലരും കേൾക്കുന്നു. വീട്ടിൽ നാട്ടുകാർക്ക് വേറെ ജോലിയൊന്നുമില്ല, ഇഷ്ടം പോലെ വീട്ടിൽ സമയമുണ്ട്, അവരും കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹിന്ദുക്കൾ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതും കേൾക്കുന്നുണ്ട്. ജനറലായിട്ട് സുവിശേഷം എല്ലായിടത്തും പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല നമുക്ക് ആ വിളി വന്നത്. നമ്മളിൽ ആ വിളി രക്ഷയായി പരിണമിച്ചു. അവൻ നമ്മെ വിളിച്ചു, അവൻ നമ്മെ വിളിച്ചു. അപ്പൊ ആ വിളിയുടെ, ആ രക്ഷയുടെ കോൺഫിഡൻസ് ഒരു നിമിഷം പോലും നഷ്ടപ്പെടരുത്. അതാണ് പറയുന്നത്. അടുത്തത്, when you have a cleansed life, കർത്താവിന്റെ സന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ധൈര്യത്തെ കെടുത്തി കളയരുത്. നിങ്ങളുടെ വിളിയെ കുറിച്ച് ആദ്യം ബോധ്യം വേണം. ഇവിടെ സാൽവേഷനാ, സുവിശേഷ വേലയുടെ വിളിയല്ല വാക്കിന്റെ അർത്ഥം. നിങ്ങളുടെ സാൽവേഷനെ കുറിച്ചൊരു ബോധ്യം വേണം. 2, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു ബോധ്യം വേണം. ഹല്ലേലൂയ. ഇതിന്റെ ശ്രേഷ്ഠത അറിയാവുന്ന പോലെ ദൈവസന്നിധി നന്ദിയോടെ ജീവിക്കാൻ പറ്റും. രാത്രി ഇവിടെ ഇരിക്കുന്ന നമ്മളെ, ഇവിടെ ഇരിക്കുന്ന ചേച്ചിയോ ചേട്ടനൊക്കെ ഒഴിച്ച് വളരെ ചുരുക്കം പേര് ഒഴിച്ചാൽ ബാക്കി നമ്മളെല്ലാം 2, 3, 4 തലമുറ പെന്തക്കോസുകാരാ. അതുകൊണ്ട് നമുക്ക് ഈ രക്ഷിക്കപ്പെടുന്നതിന്റെ വിലയൊന്നും മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ അപ്പച്ചനും അമ്മച്ചൊക്കെ ചർച്ചയിൽ പോകുന്ന കൂട്ടത്തിൽ നമ്മളും അങ്ങ് പോയി ഒരു ദിവസമൊക്കെ രക്ഷിക്കപ്പെട്ടു, ഇതിന്റെ ഭാഗമായി എന്നൊന്നും പറയുന്നത് പോലെയല്ല. ശരിക്കും രക്ഷയുടെ വില മനസ്സിലാക്കി
കഴിഞ്ഞാൽ കർത്താവ് ഈ ആയിരങ്ങളിൽ നിന്ന് പതിനായിരങ്ങളിൽ നിന്ന് മില്യൺസിൽ നിന്ന് ഞങ്ങളെ നീ തിരഞ്ഞെടുക്കാൻ നിനക്ക് കരുണ തോന്നിയല്ലോ. അതൊരു ഭയങ്കര നന്ദിയാ. ആ പ്രിവിലേജ് അറിയുന്നവനെ റെസ്പോൺസിബിൾ ആകുന്നു. അവനെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തോന്നത്തുള്ളൂ. ഈ നന്ദിയുള്ള ജീവിതം നമ്മളെ ഫ്രൂട്ട്ഫുൾ ആക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ആ 2-3 വാക്യങ്ങൾ ചേർത്ത് വായിച്ചാൽ നിങ്ങളുടെ വിളിയെ കുറിച്ചും തിരഞ്ഞെടുപ്പിനെ കുറിച്ചും ഈ ദിവസത്തെ ചില വാക്കുകൾ ഇൻസെപ്പറബിൾ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു the peace and joy inseparable. പീസ് ഉള്ളവന് ജോയ് ഉണ്ടാകും. ഹലോ, ഗ്രേസ് ആൻഡ് പീസ്, കൃപയും സമാധാനം ഇൻസെപ്പറബിൾ. ഗ്രേസ് ഉള്ളിടത്ത് പീസ് ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ ഇൻസെപ്പറബിൾ ആയ ഒരു വേർഡ് കോമ്പിനേഷൻ ആണ് യുവർ കോളിംഗ് ആൻഡ് യുവർ ഇലക്ഷൻ. നിന്റെ വിളിയും നിന്റെ തെരഞ്ഞെടുപ്പ്, നിന്റെ വിളിയും നിന്റെ തെരഞ്ഞെടുപ്പ്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നു. ഇഫ് ഗോഡ് ഹാസ് കോൾഡ് യു, ഗോഡ് ഹാസ് ചോസൺ യു. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ തിരഞ്ഞെടുത്തു. അതിനെ ഉറപ്പാക്കുവിൻ. 2 തിമോഥെയോസ് 1:9-10 ചേർത്ത് വായിച്ചാൽ ഗോഡ് നോസ് ദി ഇലക്ട്. ദൈവത്തിന് തിരഞ്ഞെടുത്തവരെ അറിയാം. ദൈവത്തിന് തിരഞ്ഞെടുത്തവരെ നന്നായി. റോമലേഖനം 8-ാം 29-30 വായിക്കേണ്ട വാക്യങ്ങളാണ്. നമുക്ക് നന്നായിട്ട് അറിയാം. റോമലേഖനം 8-ാം 29-30 അറിയാവുന്ന വാക്യങ്ങളാണ്. ഒന്ന് വായിച്ചത് വായിച്ചിട്ട് അടുത്ത നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് നാളെ ചിന്തിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻനിയമിച്ചുമിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചും. വായിച്ചോ? മുന്നേറിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ ജയസ്കരണം കിട്ടിയോ? നമുക്കറിയാവുന്ന മലയാളത്തിൽ എന്താ എഴുതിയേക്കുന്നത്? മറ്റൊരു വിധത്തിൽ പറഞ്ഞ ഡണ്ടീലാന്നല്ലേ? ഡണ്ടീല. വിളിച്ചവന് ഗ്യാരണ്ടീഡ് ആണ്. ദൈവസന്നിധി നേരെ നിൽക്കുന്നവൻ നിത്യത ചെയ്യും. ഹലോ, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും കോൺഫിഡൻസ് വേണം. ഇത് പറഞ്ഞാൽ നിർത്താം. എന്നാ ചെയ്യണമെങ്കിലും കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് ഇല്ലാതെ ഒരു കാര്യം, വണ്ടി ഓടിക്കണമെങ്കിൽ ഒരു കോൺഫിഡൻസ് വേണം. വേണ്ടേ? വണ്ടി ഓടിക്കണം, കോൺഫിഡൻസ് വേണം. ജോലി ചെയ്യണമെങ്കിൽ കോൺഫിഡൻസ് വേണം. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യം ചെയ്യണമെങ്കിൽ കോൺഫിഡൻസ് വേണം. ജോസ് ഓർപ്പിച്ചതുപോലെ പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറഞ്ഞാൽ ഈസ് ടു അറ്റാക്ക് അവർ മൈൻഡ്. നമ്മുടെ കോൺഫിഡൻസിനെ നഷ്ടപ്പെടുത്തി കളയുക. You want to be fruitful for the Lord. നമ്മൾ ഹ്രസ്വദൃഷ്ടി ഇല്ലാത്തവരായി കർത്താവിന് ഫലം കായ്ക്കുന്ന യൂസ്ലെസ് ആയി കാതിരിക്കണോ? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ധൈര്യം കെട്ടുപോകരുത്. ഈ ലോകം മുഴുവനും പറഞ്ഞാലും ഒരു ദൈവത്തിന് തന്റെ ഇടത്തോടെ നിന്ന് പറയണം, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, എന്റെ പാപങ്ങൾ കഴുകപ്പെട്ടവനാണ്, കർത്താവിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഞാൻ വിളി ലഭിച്ചവനാണ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, എന്റെ അക്കൗണ്ടബിലിറ്റി സ്വർഗത്തിലെ ദൈവത്തോടാണ്. അതുകൊണ്ട് പറഞ്ഞ് വിളിച്ചവനെ അവനെ അറിയാം. വിളിച്ചവനെ കുറിച്ച് പർപ്പസ് ഉള്ളത് കൊണ്ട് അവരെ നീതീകരിച്ചത്, ജസ്റ്റിഫൈ ചെയ്തത്, അവരെ തേജസ്കരിച്ചിരിക്കുന്നെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡൺ ഡീൽ. അതുകൊണ്ടാണ് അടുത്ത വചനം പഠിക്കുന്നത്. നമ്മൾ ചിന്തിക്കും. നിങ്ങൾക്ക് നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അവിടെ നമ്മൾ എത്തിയോ? പക്ഷെ പുസ്തകം എന്നാ പറയുന്നത്? പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വീസ കൈ കിട്ടിയിട്ട് പോലും ആൾക്കാർക്ക് ഒരു ഉറപ്പില്ലായിരുന്നു അമേരിക്ക വരുമെന്ന്. വന്ന് ഇറങ്ങിയപ്പോഴാണ് അന്നേരം ഉറപ്പില്ലായിരുന്നു. അതിന്റെ മുകളിലല്ലായിരുന്നു സീലേത്. അമേരിക്കയിൽ ഒരു മഞ്ഞ. ഞാനിത് മദ്രാസിൽ നിന്ന് ഞാനും പപ്പായും കൂടെ പോയി ഇത് മേടിച്ചു. ശരിയാണെന്ന് ഇത് മേടിച്ചേച്ച എന്റെ പൊന്നച്ച, ഇതെന്നാ പിന്നെ ഇതിന്റെ സീൽ ഇത് അകത്ത് വെക്കണ്ടേ ഇവര്? ഇതിന്റെ മുകളിൽ ഇത് വെച്ചേക്കുക. അപ്പൊ ഞാനിത് ഇങ്ങനെ പിടിച്ചോണ്ട് ട്രെയിനേന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇത് വല്ലോനെ അടിച്ചുകൊണ്ട് പോയാൽ എന്റെ സകല ഡ്രീമും പോകും. കല്യാണം കഴിച്ച 1.5 കൊല്ലമായിട്ട് ആളെ കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, കണ്ടിട്ടില്ല. അപ്പൊ ഇത് കൈ കെട്ടി രാത്രി ട്രെയിനിൽ കയറി. രാവിലെ പപ്പ പറഞ്ഞു മോൻ ഉറങ്ങിക്കോ. ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങുകയല്ല, ഞാനിത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് കോഴിക്കോട് വരുന്നത് വരെ. ഇനി വന്നിട്ടോ
ഏതായാലും ഒരു ഗുണമുണ്ട്, കല്യാണത്തിന് ഒരു നമ്പർ ലോക്ക് ഉള്ള ഒരു പെട്ടി മേടിച്ചു. അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, സംഗതി വീട്ടിലുണ്ട്. എന്റെ SLC ബുക്കൊക്കെ അതിനകത്ത് നിങ്ങൾ ആരും കാണിക്കത്തില്ല. കണ്ടാൽ നിങ്ങൾക്ക് എന്നോടുള്ള സകല ബഹുമാനം പോകും. എന്റെ SLC ബുക്ക് കണ്ടാൽ എന്നോടുള്ള ബഹുമാനം പോകും. അപ്പൊ ആ സംഭവം ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അതിങ്ങനെ ഇറുക്കി പിടിച്ചാ കൊണ്ടുവന്നു. അത് കഴിഞ്ഞേച്ച് പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യക്ക് കോഴിക്കോട് നിന്ന് കയറുക. അന്നേരം ഉറപ്പ് ബോംബെയിൽ ഇറങ്ങുമ്പോൾ കഴിയാലേ ഇറങ്ങി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടുന്ന് കയറിയേച്ച് ഇവിടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് അമേരിക്കൻ ഗവൺമെന്റ് വീസ കിട്ടിയതുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശ്വാസം വേണം. ശരിയാണോ? പക്ഷെ കർത്താവിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും പേടിക്കണ്ട. നിന്നെ വിളിച്ചതാണോ, നിന്റെ ജീവനും മുഴുവൻ അവന് തന്നിട്ടുണ്ട്. നിന്നെ വിളിച്ചതാണോ, നിന്നെ തെരഞ്ഞെടുത്തതാ, നിന്നെ നീതീകരിച്ചതാ, നിന്റെ ജീവനും ഭക്തികമാതാനും സകലതും കൊണ്ട് നിത്യതയിൽ കൊണ്ട് എത്തിക്കുന്നത് വരെ അവൻ നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ ആശ, അതാണ് നമ്മുടെ പ്രതീക്ഷ. ഇന്ന് രാത്രി അതോർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന് വേണ്ടി നാം ഫ്രൂട്ട്ഫുൾ ആകണമെന്നാണ് കർത്താവിന് ആഗ്രഹം. അതിനുള്ളതെല്ലാം അവൻ തരുന്നു. പിറകാലെ നാം ധ്യാനിച്ച വാക്യങ്ങളിൽ 7 വെർച്യൂസിനെ പറ്റി നാം പഠിക്കാനിടയായി. ആ 7 വെർച്യൂസ് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഒന്ന്, നാം ഹ്രസ്വ ദൃഷ്ടിയുള്ളവരാകത്തില്ല. ഷോർട്ട് സൈറ്റഡ് ആകത്തില്ല. ഈ ലോകത്തിലുള്ളത് മാത്രം കണ്ട് ഈ ലോകത്തിലുള്ളത് മാത്രം ചിന്തിച്ചു പോകാൻ ഇടവരത്തില്ല. 2, നാം പ്രയോജനമുള്ളവരായിരിക്കും. അത് പറഞ്ഞാണ് ഇന്നലെ നാം നിർത്തിയത്. ഇന്ന് സാമച്ചാന് വായിച്ച വാക്യത്തിൽ 3-മതൊരു സാധ്യത പറയുന്നത്, ഇങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ 3-മത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അത് സത്യം പറഞ്ഞാൽ മനസ്സിലാകാൻ പ്രയാസമുള്ള ഒരു വാക്യമാണ്. പ്രവേശിക്കുക എന്നും ധാരാളമായി പ്രവേശിക്കുക എന്നും പറഞ്ഞാൽ എന്റെ വ്യത്യാസം. ഗ്രാൻഡ് എൻട്രൻസ്, പിള്ളേർ ഭാഷ പറഞ്ഞ അടിപൊളി എൻട്രൻസ് എന്ന് പറയില്ലേ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ നമ്മളെല്ലാരും രാവിലെ ഇങ്ങോട്ട് കയറി വന്നു. സാധനച്ചാൻ പറയാണ്, പാസ്റ്റർ കയറി വന്നു, സാമച്ചാൻ കയറി വന്നു പറയുക. അപ്പൊ ധാരാളമായിട്ട് ഒരാൾ കയറി വന്നു എന്ന് പറഞ്ഞാൽ എന്നാ എന്റെ അർത്ഥം? അങ്ങനത്തെ പറച്ചില്ല. എല്ലാരും കയറുക അല്ലേ, ഈ ഡോറിനകത്തൂടെ ഇങ്ങോട്ട് കയറുക. അപ്പോൾ ഇവിടെ പത്രോസ് പറയുന്ന ഈ ഭാഷയുടെ പ്രയോഗത്തിന്റെ അർത്ഥം വേദചിന്തകന്മാർ ഗണിക്കുന്നത്, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച പ്രതിഫലം. ഹലോ, അപ്പൊ ഇനി കുറച്ചു നേരം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവൃത്തികൾക്ക് ഉയരത്തിൽ പ്രതിഫലം ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? അവിടെ മാനുഷിക വികാരങ്ങളൊന്നുമില്ല, ഗ്ലോറിഫൈഡ് ബോഡിയാ. ഇവിടെ ഉള്ളത് കൊണ്ടാ ഒരാൾക്ക് രോഗം വരുമ്പോ നമുക്ക് പ്രയാസം തോന്നുന്നതും, നമ്മുടെ പ്രിയമുള്ളവരാരെങ്കിലും മരിക്കുമ്പോ വേദനയൊക്കെ തോന്നുന്നത് നാം മാനുഷിക വികാരങ്ങൾക്ക് അതീതരല്ല. സ്വർഗത്തിൽ ചെന്നാൽ പാപത്തോട് സിൻ റിലേറ്റഡ് ആയ യാതൊരു വൈകാരികത അവിടെ ഇല്ല. മനസ്സിലായോ? ഗ്ലോറിഫൈഡ് ബോഡിയാ. അവിടെ മനുഷ്യബന്ധങ്ങൾക്ക് വിലയില്ല, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്ക് വിലയില്ല. ഐഡന്റിഫയബിൾ ആണ്. നമുക്ക് മുൻപ് മരിച്ചു പോയവരെ കണ്ടാൽ നമുക്ക് അറിയാം. ഉടനെ അവിടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മളൊരു നാട്ടുകാരല്ലേ എന്ന് പറഞ്ഞ വട്ടത്തിലിരുന്ന് ചായ കുടിക്കുന്ന പരിപാടിയൊന്നും സ്വർഗത്തിലില്ല. ഇവിടെ ഉണ്ട്. നമ്മൾ പണ്ടേ അറിയാവുന്നവരല്ലേ, സ്വന്തക്കാരല്ലേ, നാട്ടുകാരാണില്ലേ എന്നൊക്കെ പറയാം. ആ വിചാരങ്ങൾക്ക് ഇവിടെ പ്രസക്തിയുണ്ട്. അവിടെ അതിന് നേരമില്ല. കാരണം മഹത്വപൂർണനായ ഒരു മുന്നിൽ നിൽക്കുക. മനസ്സിലായോ? അപ്പൊ അവിടെ ഗ്യാപ്പൊന്നുമില്ല. ഇവനെ ആരാധിച്ച് ഇവന്റെ മഹത്വം കണ്ട് നമ്മുടെ രക്ഷയുടെ മഹാത്മ്യം മനസ്സിലാക്കി നിരന്തര ആരാധന നടക്കുന്ന ഒരിടമാണ് അവിടെ. ആ വലിപ്പം കണ്ടാൽ ഈ കൊച്ചു കാര്യങ്ങൾക്ക് പിന്നെ അവിടെ പ്രസക്തിയില്ല. എന്നാൽ സ്വർഗത്തിലെ 2 വികാരങ്ങളെ പറ്റി തിരുവചനം ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ചിലർക്ക് അവിടെ മാനം ലഭിക്കും, ചിലരിക്കരെ ലജ്ജിക്കേണ്ടി വരും. ഞാൻ പറയാം, ശരിയാണോ? അങ്ങനെ പുസ്തകത്തിലുണ്ടോ? അതിന്റെ കാര്യം എന്നാ? അത് പ്രതിഫലം അനുസരിച്ച. ഇനി വേറൊരു വിഷയം കൂടി ഉണ്ട്. നമ്മുടെ കർത്താവ്
നീതിയുള്ള ന്യായാധിപതിയാ. നമ്മളിവിടെ മനുഷ്യരുടെ മുമ്പിൽ അങ്ങ് പറയുക, ഞാൻ ഭയങ്കര സംഭവമാണ് കേട്ടോ, ഞാൻ ഭയങ്കര ബിസിയാണ്, ഭയങ്കര കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ പറഞ്ഞ ആൾക്കാർക്ക് അന്നേരം ഒരു ചെറിയ തോന്നൽ ഉണ്ടാവുന്നുള്ളതല്ലാതെ കർത്താവിന് പ്രത്യേകിച്ച് തോന്നലൊന്നും ഉണ്ടാകും. കർത്താവ് ആരാ? നീതിയുള്ള. അവൻ ഈ പ്രവർത്തിയെ മുഴുവനും ഒരു ഫർണേസിൽ കൂടെ കടത്തിവിട്ട് കഴിയുമ്പോൾ ദൈവരാജ്യത്തിനും ദൈവനാമത്തിനും ചെയ്തതെല്ലാം ലോഹം, പൊന്ന്, വെള്ളി ഇവയൊക്കെ തീയാൽ ശോധന ചെയ്യപ്പെടുന്നതോ ശോധന ചെയ്ത് കീടങ്ങളെല്ലാം പോയി നിലനിൽക്കുന്ന പ്രവർത്തിക്ക് തിളക്കം ഉണ്ടാകും. ഹലോ, ബാക്കി ചെയ്തത് മുഴുവനും വൈക്കോലും മരവും കത്തിപ്പോകുന്ന പോലെ കത്തിപ്പോകും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു മൂലയ്ക്ക് നിൽക്കുക. ഒടുവിൽ നാട്ടിലൊക്കെ ചിലര് പറയാറില്ലേ, നമ്മളിപ്പോ അങ്ങനെ അധികം വാരി വിളിച്ചൊന്നും ഇടുന്നില്ല, നാട്ടിലൊക്കെ പറയത്തില്ലേ, ഒരു പൊന്നിന്റെ ഒരു അംശം എന്റെ ഇട കാതില്ലെങ്കിലും ഇവിടാന്ന് ഒരിച്ചിര. ഇത് പറയാൻ പറ്റിയല്ലോ നമുക്കല്ലേ, ഇവിടെ ഇങ്ങനത്തെ പ്രശ്നമുണ്ട് എന്ന് പറയത്തില്ലേ. അധികമൊന്നുമില്ലേലും ഒരു ഇച്ചിരി മനുഷ്യര് കാണുമ്പോഴെങ്കിലും കഴുത്തിൽ ഇങ്ങനെ ഒരു നാല് പോലെയെങ്കിലും എന്നൊക്കെ സഹോദരന്മാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു നാല് പോലെയെങ്കിലും എന്തേലും എന്ന് പറയുന്നത് പോലെ ചിലർ ഈ തല മുഴുവനും കൊട്ടക്കണക്കിന് പ്രതിഫലം കൊണ്ട് നടക്കുമ്പോ നമ്മൾ ഈ വാഴനാര് പോലെ ഒരു സംഭവം കൊണ്ട് നടക്കുക. അന്നേരം അതിനും പറയുന്നത് ചിലർക്ക് മാനവും ചിലർക്ക് ലജ്ജയും വരും. നമ്മളാകെ ഈ ഭൂമി ജീവിക്കുന്നത് വയസ്സ് നിങ്ങളങ്ങ് വെച്ചു ഏതായാലും അപ്പച്ചന്റെ പ്രായം വരെ നമ്മളാരും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെ ഒരിതുമില്ല, നമ്മൾ കഴിച്ചു കൂട്ടുകയാണ്. അവിടം വരെ ചെല്ലുമെന്നും പറഞ്ഞ് ഇല്ലാത്ത മരുന്നും കണ്ടുപിടിച്ചോണ്ട് നമ്മൾ ഇരിക്കുകയാണ്. ചുമ്മാ വെറുതെ അതുവരെയൊന്നും നമ്മൾ പോകത്തില്ല, പോകുകയും വേണ്ട, വലിയ പാടാ ജീവിക്കാൻ. അല്ലെങ്കിൽ ഒരു മിനിമം വരെയൊക്കെ പോകാം നമുക്ക്. അന്നേരം എല്ലാം ഇവിടുത്തെ മാന്യതയ്ക്ക് വേണ്ടി നമ്മളൊന്ന് ശ്രമിക്കുക. ഹല്ലേലൂയ. ഇവിടെ ആൾക്കാർ കാണുമ്പോൾ നമ്മളെ ഒന്ന് അംഗീകരിക്കാനും ആൾക്കാർ ഒരു നല്ലത് പറയാനും മനുഷ്യന്റെ മുമ്പിൽ വിളങ്ങാനും ഈ പുസ്തകം ഇന്ന് പകൽ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കർത്താവിന്റെ നാമത്തിന് വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ആ പ്രവൃത്തിയെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പ്രവേശിക്കാം സ്വർഗരാജ്യത്തിൽ. എന്റെ നാട്ടുഭാഷ പറഞ്ഞ് ഏങ്ങി വലിഞ്ഞ് അരങ്ങി തമ്പുരാന് കരുണയുള്ളതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവൻ അങ്ങനെ വേണമെങ്കിൽ അവിടെയോട്ട് കയറാം. അല്ലെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറഞ്ഞ് നമ്മുടെ തലയിൽ കിരീടം വെച്ച് ആദരിച്ചു മാനിച്ച് ധാരാളമായ തെളിവ് ഞാൻ പറയാം. 1 Corinthians 15:39 മുതൽ 44 വരെയുള്ള വാക്യം നമ്മളാകെ ഈ ശവക്കോട്ടയുടെ അടുത്ത് ഇത് വായിക്കത്തുള്ളൂ. അതായത് പ്രശ്നം. സകല നമുക്കുള്ളതാണെന്ന് അറിയത്തില്ല. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ, സ്വർഗീയ ശരീരങ്ങളും. അപ്പൊ ആദ്യമേ ഒരു ഇല്ലസ്ട്രേഷൻ പൗലോസ് പറയുന്നത് മാംസത്തിന് പോലും വേരിയേഷൻ ഉണ്ടല്ലോ. ഹലോ, ഉണ്ടോ? തീർച്ചയായിട്ടും. നാട്ടിലാണെങ്കിൽ വല്ലവരും കാട്ടിറച്ചി കൊണ്ടുവന്നാലേ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇത് പറയാൻ പറ്റുമോ? അതുപോലെയാണോ? നാട്ടിലാണെങ്കിൽ നമുക്ക് തന്നെ ചോയ്സ് ഇല്ല. ഹലോ, നമ്മൾ തന്നെ കഴിക്കുന്നതിന് ചോയ്സ് ഇല്ലേ? ചില മീറ്റിനോട് കൂടുതൽ താല്പര്യം, ചിലതിനോട് കുറച്ച് താല്പര്യം വരാൻ കാര്യം എന്നാ വ്യത്യാസം ഉണ്ടോ മോനെ? ഉണ്ടേ. അപ്പൊ ഒന്നാമത് പൗലോസ് പറയാം മാംസങ്ങൾക്ക് പോലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പൊ അതിന് ഇങ്ങനെ പറയാം, പ്രോഗ്രഷൻ ഓഫ് ഗ്ലോറി എന്നൊക്കെ പറയും. ഇച്ചിരി തിളക്കമുണ്ട്, കുറച്ചുകൂടെ തിളക്കമുണ്ട്, അതിലും തിളക്കമുണ്ട് എന്ന് പറഞ്ഞതുപോലെ. കാര്യം അന്നത്തെ കാലത്ത് മാംസത്തീറ്റി ഒരു വിഷയമായിരുന്നു. അതിന്റെ പേര് പ്രശ്നം ഉണ്ടായിരുന്നു. അത് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പൗലോസ് കൊരിന്ത്യർക്ക് വേറെ ലേഖനം
എഴുന്നേറ്റ് പോകുന്നു. ഇതെല്ലാം നമുക്കറിയാം. അപ്പൊ അവർക്ക് പരിചയമുള്ള ഒരു ഉദാഹരണം പറയാം. അടുത്ത വായിച്ചു. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ. ഇനി ശ്രദ്ധിക്കണം, സൂര്യന് ഒരു തേജസ് ഉണ്ട്, ചന്ദ്രന്റെ തേജസ് വേറെ, കുറച്ചുകൂടെ താന്നത് നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, കുറച്ചുകൂടെ താന്നത് നക്ഷത്രവും തമ്മിൽ തേജസ്. ഇനി നക്ഷത്രങ്ങൾ തമ്മിൽ സയൻസ് അറിയാവുന്നവർക്കറിയാം, നക്ഷത്രങ്ങൾ തമ്മിൽ വലിപ്പത്തിന് വ്യത്യാസമുണ്ട്, ഗ്ലോറിക്ക് വ്യത്യാസമുണ്ട്. ഈ കമ്പാരിസൺ ഒന്ന് നോക്കിക്കേ. ആദ്യ സൂര്യൻ, അതിനും കുറച്ചുകൂടെ താഴ്ന്ന ചന്ദ്രൻ, അതിന് കുറച്ചുകൂടെ താഴ്ന്നത് നക്ഷത്രം, പിന്നെ ധാരാളം നക്ഷത്രം. ആ നക്ഷത്രങ്ങൾ ഗ്ലോറിക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ ഒരു കാര്യം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എന്താ പറയാ, എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. നമ്മള് ഒരു വിത്ത് ഭൂമിയിൽ ഇട്ടാൽ അത് കിളിർക്കുമെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ 50, 60, 70, 80, 90 ഒക്കെ ജീവിക്കുന്ന ശരീരം മരിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യാശയോടെ മണ്ണിൽ മറവ് ചെയ്യുകയാണ്. ഒരു വിത്ത് നമ്മൾ ഇടുമ്പോൾ അത് നാളെ കിളിർക്കുമെന്ന് അറിയാവുന്നത് പോലെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഈ വിത്ത് അവിടെ കിളിർക്കും. ഇതിന് ജീവനുണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഹല്ലേലൂയ. ഒരു നിമിഷാർത്ഥത്തിൽ ആത്മാവ് ഈ ഡിസിന്റഗ്രേറ്റഡ് ആയി പോയ, ശിഥിലമായി പോയ ശരീരത്തിലേക്ക് വന്ന് അവന്റെ പുനരുദ്ധാന ശക്തിയാൽ ഇത് പീസ് കൂടി രോഗമുള്ള ശരീരമല്ല, മഹത്വമുള്ള ശരീരമാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ദൈവസന്നിധിയിൽ ശരീരത്തിന്റെ മഹത്വം അഥവാ അതിന്റെ റിവാർഡ് കണക്കാക്കപ്പെടുന്നത് ഇവിടെ കർത്താവിന് വേണ്ടി ചെയ്ത പ്രവർത്തികൾ അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഒരു ഇച്ചിരിയെങ്കിലും നിത്യതയെ പറ്റിയൊക്കെ ചിന്തയുണ്ടെങ്കിൽ, ഹലോ എല്ലാവരും എന്നെ നോക്കണേ, ആരും താല്പര്യച്ചിരിക്കുന്നു, ഇച്ചിരിയെങ്കിലും നിത്യതയെ പറ്റി ചിന്തയുണ്ടെങ്കിൽ കാശ് എങ്ങനെ ചെലവഴിക്കണമെന്ന് ഇന്ന് പകൽ തീരുമാനിച്ചോണം. ഇച്ചിരിയെങ്കിലും നിത്യതയെ പറ്റി ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും ആർക്ക് വേണ്ടി ചെലവഴിക്കണമെന്ന് ചിന്തിച്ചോണം. ഇച്ചിരിയെങ്കിലും നമ്മൾ ഇവിടെ ജീവിക്കാനുള്ളവരല്ല, അവിടെ പോകാനുണ്ട് എന്നൊരു അല്പമെങ്കിലും ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവും ആയുസ്സും എങ്ങനെ ചെലവഴിക്കണം ഇന്ന് പകൽ തീരുമാനിച്ചോണം. അതിനാ വചനം പറഞ്ഞത്, ജീവനും ഭക്തിക്കും ആധാരമായത് എല്ലാവരും തരും. പോരാ, അവന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും അനുഗ്രഹമായ ഫലം കായ്ക്കേണ്ടതിന് 7 വെർച്യൂസ് നാം അധ്വാനം കഴിച്ച് ഉത്സാഹം കഴിച്ച് ജീവിതത്തോട് ചേർത്ത് വെക്കണം. ഇങ്ങനെ ചെയ്യുന്നവൻ ഭൂമിയിലുള്ളത് മാത്രം നോക്കുന്ന ഹ്രസ്വദൃഷ്ടി ഉള്ളവനായി തീരത്തില്ല. അവന് ഒരു ഇറ്റേണൽ ഗ്ലോറി ഉണ്ട്. 2 തിമോത്തിയോസ് 4:6 തൊട്ട് അവസ്ഥയിലുള്ള വാക്ക് നമുക്കറിയാം, കാണാതെ അറിയാവുന്ന വാക്കാ ഇല്ലേ? പൗലോസ് തിമോത്തിയോസിനോട്, അവന്റെ പ്രോഡിജിയോട് പറയുകയാണ്. അവൻ കർത്താവിൽ ബലപ്പെടുത്തി കൈത്താങ്ങൽ കൊണ്ടുവന്ന ഒരുവനോട് പറയുകയാണ്. എല്ലാ ദൈവദാസന്മാരും ഡെവലപ്പ് ചെയ്ത ദൈവദാസന്മാരുണ്ട്. അത് ജീവിതത്തിന്റെ ഒരു വിളിയാ. നീ ശരിക്കും ഒരു ദൈവകൃപയുള്ള ആളാണെങ്കിൽ മറ്റുള്ളവരും കർത്താവിൽ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കും. ആമേ. എല്ലാവരും ഉണ്ട്. ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. അതിൽ അവന് ഏറ്റവും പ്രിയമുണ്ടായിരുന്ന തിമോത്തിയോസ് ആയിരുന്നു. തിമോത്തിയോസിനോട് പറയാ, വേദപുസ്തകത്തിലെ ദൈവഭക്തന്മാർക്ക് എല്ലാവരുടെ മരണത്തെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. ഹലോ ഇല്ലേ? ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇനി അടുത്ത വാക്യം പറയുമ്പോ പത്രോസിന്റെ കാര്യം പറയാം. ബോധ്യമുണ്ട്. പറയും, ഞാൻ പാനീയാഗമേ ഒഴിക്കപ്പെടുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്, പക്ഷെ എനിക്ക് ഒരു സങ്കടവുമില്ല. ഞാൻ എന്റെ ജീവിതം കൊണ്ട് നല്ല പോലെ പൊരുതു, ഓട്ടം വിശ്വാസം കാത്തു. ഇനി എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഇവിടം വിട്ട് അങ്ങോട്ട് പോകുമ്പോ ജീവന്റെ കീഴം എനിക്ക് വേണ്ടി. അതിലെനിക്ക് സ്വാർത്ഥതയൊന്നുമില്ല. എനിക്ക് മാത്രമല്ല, അവനെ വിശ്വസ്തയോടെ സേവിക്കുന്ന സകലർക്കും ആ കീഴം. ഞാൻ ഇതോടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം, സമയമാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ 2 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ ഒരു ആവറേജ് ക്രിസ്ത്യൻ ലൈഫ് നടത്താം, വളരെ ആവറേജ് ഒരു ക്രിസ്ത്യൻ ലൈഫ് നടത്താം. പ്രിയ പാസ്റ്റർ ചില സാക്ഷ്യങ്ങൾ പറഞ്ഞല്ലോ.
പാസ്റ്റർ പറഞ്ഞ ദൂത് പലതും എന്നോടാണ്. ഞാനത് ദൈവസ്ഥലത്തിൽ ഏറ്റെടുക്കുന്നുണ്ട്. പല പല അത്ഭുതങ്ങളെ പറ്റി പറഞ്ഞല്ലോ. പല പ്രത്യേക അദ്ദേഹം പറഞ്ഞ പ്രാർത്ഥനാ സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ തങ്കമാമയുടെ വീടിനെ പറ്റിയാണ് പറഞ്ഞത്. തങ്കമാമ നിത്യതയിലാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠയായ പ്രവാചകയായിരുന്നു. താൻ പറഞ്ഞു ഒരു ദൂതും നിലത്ത് വീണ് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എന്നോട് പറഞ്ഞത് മുഴുവനും നിവർത്തിക്കപ്പെട്ടു, ഇന്നും നിവർത്തിക്കപ്പെടുന്നുണ്ട്. എനിവേ, അപ്പോൾ അദ്ദേഹം ആ കാര്യം പറഞ്ഞപ്പോ ജീവിതത്തിലൊക്കെ എപ്പോഴും ഒരു എക്സ്ട്രാ മൈൽ നടക്കാൻ തയ്യാറായിട്ടുള്ളവരെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ശുശ്രൂഷയിലാണെങ്കിലും നമുക്ക് സെറ്റിൽ ചെയ്യാം. ഒരാവറേജ് ആർക്കും ഒരു കുഴപ്പമില്ല, വളരെ കൂളായിട്ട് മിനിസ്റ്റർ ചെയ്തു പോകാം. അതിന്റെ അടുത്ത തലവാ ഹല്ലേലൂയ പോരി ചെയ്ത് മിനിസ്റ്റർ ചെയ്യാം. ആമേൻ. ഒരു ഡെലിവറൻസ് നടക്കണം, ഒരു ദൈവപ്രവൃത്തി നടക്കണം, ദൈവസഭ വളരണം, അനുഗ്രഹിക്കപ്പെടണം, ആത്മശക്തി വ്യാപരിക്കണം. അതിന്റെ അടുത്ത ലെവലാ. അതിന് വില കൊടുക്കണം. ജീവിതത്തിൽ നമുക്കൊരു നോർമൽ ലൈഫ് നടക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മൈൽ നടക്കാം. സ്മിത്ത് വിഗിൾസ് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിലും അതിനൊക്കെ പഠിക്കുമ്പോ നമ്മളൊരു ഡെലിവറൻസിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയല്ലേ. ഇന്ന് രാവിലെ എന്നെ ഒരാൾ വിളിച്ചു, ജിജിയുടെ പേര് ചോദിക്കാൻ. ജിജിയൊക്കെ വർഷങ്ങളായിട്ട് അറിയാം. അതൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, കർത്താവ് ഒരു കരുണ ചെയ്തു. ജിജിയുടെ ഈ സാഹചര്യവും മെർലിൻ കടന്നു പോകുന്ന സാഹചര്യവും നമ്മുടെ ബഹുമാനപ്പെട്ട സാമർത്ഥ്യവും കടന്നു പോകുന്ന സാഹചര്യവും ഒക്കെ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഇതൊരു പ്രാർത്ഥനയുടെ ഇടയ്ക്ക് നടന്നോർത്ത് ദൈവത്തിന് ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്മിത്ത് വിഗൽസ്വർത്ത് ഇംഗ്ലണ്ടിൽ ജനിച്ചിട്ട് ഇംഗ്ലീഷ് അറിയാൻ മേലാത്ത ഒരു മനുഷ്യനായിരുന്നു സ്മിത്ത് വിഗൽസ്വർത്ത്. ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹത്തെ പറ്റി. അദ്ദേഹം എഴുതിയ പുസ്തകം വായിച്ചാൽ ഒരക്ഷരവും മനസ്സിലാകത്തില്ല. ഞാൻ കേരളത്തിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച എനിക്ക് അദ്ദേഹത്തിന്റെ പുസ്തകത്തെ തിരുത്താൻ പറ്റും. ദൈവം തമ്പുരാൻ ഒരു വാഗ്ദത്തം തന്നാൽ അതിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്നതിൽ ദൈവത്തിന് അപ്സെറ്റ് ആയി നല്ല അർത്ഥം ആണോ? അല്ലേ? എടാ, നിന്നെ ഇവിടെ നിർത്താനല്ല ഞാൻ കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോ നീ പറയും ഇങ്ങനെ അങ്ങ് പോയാ മതി. സ്വർഗത്തിലെ ദൈവം പറയും ഇവിടെ നിൽക്കുകയല്ല നിന്നെ കുറിച്ചുള്ള പദ്ധതി, അക്കരെ പോവാ പദ്ധതി. പക്ഷേ എന്നാ നീ ഒരാളെ നോട്ടീസ് ചെയ്തു. ആരെയാ നോട്ടീസ് ചെയ്തേ? കാലേബിനെ നോട്ടീസ് ചെയ്തിട്ട് പറഞ്ഞു, ഈ പറഞ്ഞവരല്ലാതെ വേറെ ആരും അക്കരെ പോകത്തില്ല. പിന്നെ യോശുവ 14 കൂടെ ചേർത്ത് വായിച്ചു. ആ മനുഷ്യനൊരു 85 വയസ്സായി. 85 വയസ്സ് പ്രായമായ മനുഷ്യനും എല്ലാരും സെറ്റിൽ ചെയ്ത് ഒരിടത്ത് നിന്നപ്പം അവൻ പറഞ്ഞു, എന്റെ അവകാശം ഇവിടെയല്ല. ഞാൻ പല ദൈവമക്കളെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആവറേജ് ക്രിസ്ത്യൻ ലൈഫും ഒരു ആവറേജ് ജീവിതവും കൊണ്ട് കഴിഞ്ഞു പോകുന്നവരുണ്ട്. എന്നാൽ എത്ര ഉപവസിച്ചാലും മതി വരത്തില്ല, എത്ര കരഞ്ഞാലും മതി വരത്തില്ല, എത്ര പ്രാർത്ഥിച്ചാലും മതി വരത്തില്ല, എത്ര പ്രസംഗം കേട്ടാലും മതി വരത്തില്ല. ഇങ്ങനെയുള്ള ദൈവമക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുക, ഈ എക്സ്ട്രാ മൈൽ പോകാൻ തയ്യാറുള്ളവനെ ദൈവം നോട്ടീസ് ചെയ്യും. ദൈവം നോട്ടീസ് ചെയ്യും. സെറ്റിൽ ചെയ്യുന്നിടത്ത് നിന്നെ അക്കരെ കൊണ്ടെത്തിക്കും. അനേകരുടെ കയ്യിൽ കിട്ടാത്ത അനുഗ്രഹം സ്വർഗത്തിലെ ദൈവം നിന്റെ കയ്യിൽ തരും. അനേകർക്ക് ലഭിക്കാത്ത നന്മ സ്വർഗത്തിലെ ദൈവം നിനക്ക് തരും. ഇന്ന് പല തീരുമാനിക്കണം, അമ്മയുടെ വരെ എത്തണോ? വചനം പറഞ്ഞത് അനേകർ സ്വർഗത്തിൽ പ്രവേശിക്കും, പക്ഷെ ധാരാളമായി പ്രവേശിക്കണം. അവിടെ ചെല്ലുമ്പോൾ തേജസ്സോടെ ലജ്ജിപ്പാൻ സംഗതിയില്ലാതെ തല കുനിക്കാൻ. അതുകൊണ്ടാണ് ഈ വാക്യം അബണ്ടന്റ് ഗ്രേസ് പറയും. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നാളെ ധ്യാനിക്കാം. ഹെൽപ്പ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. പഠിക്കുക ആരുടെ ഉത്തരവാദിത്വം? ശ്രദ്ധിക്കണം, ആരുടെ ഉത്തരവാദിത്വം? കർത്താവ് കൃപ തന്നിട്ടുണ്ട്. കർത്താവ് എല്ലാവർക്കും കൃപ തന്നിട്ടുണ്ട്. ഇതേതറ്റം വരെ പോണോന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം. മനസ്സിലായോ? എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് അവിടെ നിൽക്കാം. അല്ലെങ്കിൽ എനിക്ക് പറയാം, വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രജയം, ഇന്ദ്രജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട്
സഹോദര പ്രീതിയോട് നമുക്ക് തീരുമാനിക്കാം. കർത്താവ് ഒരു ചാരിറ്റി തന്നേക്കുക. എല്ലാവരുടെ മേൽ കൃപയുണ്ട്. അതിനകത്ത് ഒരു പക്ഷാഭേദവും ഇല്ല. നമ്മൾ തീരുമാനിക്കുക എവിടം വരെ പോകണം. ഹല്ലേലൂയ. ആയതിനാൽ ഇന്ന് രാവിലെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ കർത്താവേ, ഈ 2025 അവസാനിക്കുന്നത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയാണ്.